ഇംപ്രവൈസ് ചെയ്യാൻ മിടുക്കരാരാ കൂട്ടത്തില്? എടാ എൻ്റെ അച്ഛൻ വലിയ അറുമ്പത്ത് ബാലം കുറേ എൻ്റെ പുറകെ ആട് നിൽക്കേന് എന്നിട്ട് ഞാൻ വീണിക്കില്ല ഇനി ഇഞ്ഞാ എടാ രാധെടുത്തി അവര് ഇവരെ അമ്മമാരുടെ കൂട്ടത്തില് അല്ല അമ്മ ചെയ്യില്ലെന്നല്ല. സ്വപ്ന മോനൊരു സിനിമ എടുക്കണം. മോന്റെ സ്വപ്നം അമ്മയുടെ സ്വപ്നം. പാവം. എന്റെ സ്വപ്നം അമ്മ ഒരുപാട് സിനിമകളിൽ ഇനി അഭിനയിക്കണം എന്നുള്ളതാണ്. അത് എനിക്ക് സിനിമയിൽ നാളത്തെ അഭിനയിക്കുന്നതിനേക്കാൾ എനിക്ക് ഒരു പടം ചെയ്യണം, ഒറ്റ പടം ചെയ്യണം. ഒരു സക്സസ്ഫുൾ ഫിലിം അല്ലേ? സക്സസ് ആയിട്ടുള്ള ഒരു അല്ല, കുറെ കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സിനിമ എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ബേസിൽ ജോസഫാണ്. വളരെ എൻജോയ്മെന്റ്. അപ്പൊ പുള്ളിനെ പോലെയാണ് നിനക്കാഗ്രഹം. പക്ഷെ അതിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതല്ല പറഞ്ഞാൽ പുള്ളീൻ്റെ അത് രസകരമായിട്ടാണ് പടം, പുള്ളിയുടെ സിനിമയും പുള്ളി സിനിമ എടുക്കുന്ന സ്റ്റൈലെല്ലാം ഒരു രസമില്ല. അതുപോലെ കാണുന്ന ആഗ്രഹമുണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ട നടി ആരാ? ശ്രീവിദ്യ ഇഷ്ടം. നല്ലൊരു കണ്ണല്ലായിട്ട് നല്ലൊരു നടിയാക്ക് ഭയങ്കര ഇഷ്ടം. പ്രൊമോഷനിലേക്ക് പോയപ്പോ നമ്മുടെ റീച്ച് കുറച്ച് കുറയുന്നതായിട്ട് ഏട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രൊമോഷൻസ് എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടൂല. ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അപ്പോൾ വ്ളോഗേഴ്സ് അല്ല. ഇപ്പം വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അവർ പരസ്യം ചെയ്യുമ്പോൾ ആൾക്കാർ വേഗം ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഞങ്ങൾ കണ്ടന്റ് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ള പരസ്യം ഇതാക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല. മാക്സിമം നമ്മൾ അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് പരസ്യം ചെയ്യാൻ ശ്രമിക്കലുണ്ട്. കാരണം ഞങ്ങൾക്ക് യൂട്യൂബ് വരുമാനത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇൻകം പരസ്യമാണ്. കുറച്ചുകൂടി പക്വതയൊക്കെ ഇനി വരണം അങ്ങനെ പറയാറുണ്ടോ? ബേബിയൊക്കെ വരാനായി ഞാനൊന്നും പറയൂല. പക്വതയുണ്ട്, കുറച്ച് കുറവാ. ഈ ക്യാമറ ഇങ്ങനെ മേലോട്ട് പൊക്കി പിടിച്ച് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇവരെ പ്രായമുള്ള മക്കളല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഇത് കഴിച്ചു കൊടുത്താൽ ഒരൊക്കെ ഇവരൊക്കെ നമ്മളൊരു സന്ദർഭം പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ചിട്ട് ഇവർ ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കണോ? ഞാൻ പറഞ്ഞു കൊടുക്കണോ? ഒരു 30% പോലെ കയ്യിൽ നിന്ന് വിടും. ഇംപ്രവൈസ് ചെയ്യാൻ മിടുക്കരാരാ കൂട്ടത്തില്? ജാനുവടുത്തി, രാധെടുത്തി അവര് ഇവരെ അമ്മമാരുടെ കൂട്ടത്തില് അല്ല അമ്മ ചെയ്യില്ലെന്നല്ല. രാധെടുത്തി കൂടുതൽ. രാധെടുത്തിക്ക് ഞാൻ എന്താ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓറ ശൈലിയിൽ വരുമ്പോൾ അത് ഞാൻ എഴുതിയതിനേക്കാളും മനോഹരമാകാറുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. ഓറ് ഭയങ്കരമായിട്ട് നാടൻ ശൈലി കൊണ്ടിരുന്ന ഒരാൾ ഓറ ഇതിൽ. ഇപ്പൊ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് അവൾ കാണാത്തത്. കല്യാണമൊക്കെ കഴിഞ്ഞോണ്ട് അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അധികവും ഇതിലേക്ക് വേറെ ആളുകളാണ്. അവരൊക്കെ തിരക്ക ഓരോരോ കാരണം കൊണ്ട് അവരില്ലാത്തത്. അവരുടേതായ പേഴ്സണൽ ഇഷ്യൂ കൊണ്ടാണ് അവർ. പക്ഷെ അവരൊക്കെ വരും. ശരിക്കും അവരുടെ ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതെ, അവരുടെ ഫാമിലി സപ്പോർട്ടിലുകൊണ്ടാണ് ഞങ്ങൾ വരാൻ പറ്റിയത്. ഇപ്പൊ സുനിയേച്ചിന്റെ ആണെങ്കിലും സുനിയേച്ചി വരാത്തത് അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരണപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ അവരുടെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു അവർ മരണപ്പെട്ടത്. കമറുള്ളിയാട്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ വാട്സാപ്പില്? ഉണ്ട്. അതില് എന്താ പേര്? വാട്സാപ്പിന്റെ പേര്? ഞങ്ങൾ ലേഡീസ് ഇല്ല, ഉള്ളി ജെൻസ് മാത്രം. ആണോ? ഞങ്ങൾക്ക് ഇവരെ നല്ല രസമായിരിക്കും അല്ലേ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ. ഇവര് തമ്മാവല്ല. പക്ഷെ ഇവരെല്ലാവരും വാട്സപ്പ് ഒന്നും യൂസ് ചെയ്യില്ല. ജാനുവടുത്തി അവർക്ക് അതൊന്നും അറിയില്ല. വീഡിയോസ് തന്നെ അവര് എല്ലാം കാണുന്നത് അവരെ മക്കൾ കാണിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ റീല് വരുന്നുണ്ട്. അപ്പൊ ഈ റീല് തന്നെ അവര് ചിലപ്പോൾ കാണുന്നില്ല. അവര് ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരെ മക്കളാരും വന്ന് കാണിച്ചു കൊടുക്കണം. അവർക്ക് അഭിനയിക്കുക എന്നുള്ള ഇഷ്ടമാണ്, അതാണ് അവർ വരുന്നത്. അപ്പൊ ഈ ഫസ്റ്റിൽ ഇവർ ഇങ്ങോട്ട് ചോദിച്ചാന്ന് പറഞ്ഞില്ലേ ഇതിലേ പോകുന്ന സമയത്ത്, അപ്പൊ ഇവർക്ക് അറിയുമായിരിക്കും ഇവരുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതെന്ത് ഈ ചെയ്യുന്നതെന്ന് അറിയാതെ വന്ന. അപ്പൊ ഇവരെങ്ങനെ ഇതിനെ അറിഞ്ഞെന്ന് എനിക്കറിയാം. അല്ല, അതവർ വീഡിയോ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. കണ്ട ശേഷമാണ് അവർ വന്നത്. അവര് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയില്ല ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ ഇടയ്ക്കെല്ലാം വീഡിയോ കാണും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവര് കയറി അങ്ങ് ചെയ്തു അല്ലേ? ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ടേക്ക് എടുക്കേണ്ടി വരില്ല കുറെ ആൾക്കാരെ ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ് തെറ്റിക്കുന്ന ആൾ. അമ്മ തന്നെയാ. ഇത് ഒറിജിനൽ, അത് പ്രാങ്ക് അല്ല കേട്ടോ, അത് സീരിയസ് ആയിട്ട് പറയാട്ടോ. അമ്മ ചിരിക്കും. എനിക്ക് ഡയലോഗിനേക്കാൾ കൂടുതൽ ചിരിയാണ്. ഫുള്ള് ചിരി തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കേട്ടില്ല. അത് കട്ട് ചെയ്യണോ കേട്ടോ? ചിരിച്ചോണ്ടാണോ ചീത്ത പറയാ?
അതൊന്നുമല്ല, അത് ഈ ക്യാമറ ഓഫാക്കിയാലും മനസ്സിലാവും. ശരിക്കും അറിയാമല്ലേ? ശരിക്കും ദേഷ്യം പിടിക്കുവാണ്. ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കാത്ത മനുഷ്യനില്ലാലും പിടിക്കുമ്പോ നല്ല ഇതിലങ്ങ് പിടിക്കും. അങ്ങനെ പോകാറില്ല, അത്യാവശ്യം ദേഷ്യം പിടിക്കുന്നു. ഓക്കെ. ഇനിയിപ്പോ ഇല്ലേ, നമ്മളിപ്പോ കുറെ എത്തി, കുറെ ആളുകളിലേക്ക് നമ്മളൊക്കെ അറിയപ്പെട്ട് നമുക്കൊരു വരുമാനം വരാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനിയിപ്പോ ഏറ്റവും വലിയ ഒരു ഇതിന്റെ അപ്പുറം എന്നുള്ള നമുക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. അമ്മയുടെ ഒരു ഡ്രീം എന്താ, ഒരു സ്വപ്നം എന്താ? ഇനി എനിക്കിതാണ് വേണ്ടത്. ഇനി സ്വപ്ന എൻ്റെ മോനൊരു സിനിമ എടുക്കണം എന്നുള്ള സ്വപ്നം. മോന്റെ സ്വപ്നം അമ്മയുടെ സ്വപ്നം. പാവം. അതെ അതെ, അതാണ് മോനൊരു സിനിമാക്കാരനാവണം എന്നുള്ളതാണ് അമ്മയുടെ സ്വപ്നം. എന്റെ സ്വപ്നം അമ്മ ഒരുപാട് സിനിമകളിൽ ഇനി അഭിനയിക്കണം എന്നുള്ളതാണ്. ബാലൻസ് അവിടെ ചിന്നുന്റെ സ്വപ്നം എന്താ? എനിക്ക് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യണം ഒരു ഫിലിം. അതെ, എനിക്ക് സിനിമയിൽ നാളത്തെ അഭിനയിക്കുന്നതിനേക്കാൾ എനിക്ക് ഒരു പടമെങ്കിലും ചെയ്യണം, ഒറ്റ പടമെങ്കിലും ചെയ്യണം. ഒരു സക്സസ്ഫുൾ ഫിലിം അല്ലെ, സക്സസ് ആയിട്ടുള്ള ഒരു അല്ല, കുറെ കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് അതിലേക്ക് കടക്കും എന്തായാലും. ഓക്കെ. ഇതിൽ അങ്ങനെ ആരെടുത്തെങ്കിൽ ഇപ്പൊ കുറെ ഡയറക്ടേഴ്സിനൊക്കെ പരിചയം ആയില്ലേ? ഒന്ന് രണ്ട് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ ഈ ഒരു മേഖലയിൽ ഇവിടെ ഒന്നും അങ്ങനെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അടിപൊളിയായിട്ട് തോന്നുന്ന ഒരു ഡയറക്ടർ, എല്ലാവർക്കും റോൾ മോഡൽ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, അതാരായിരിക്കും? വളരെ സിമ്പിളായിട്ട് സിനിമ എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ബേസിൽ ജോസഫാണ്. വളരെ എൻജോയ്മെന്റ്. അപ്പോൾ പുള്ളീനെ പോലെയാണ് എനിക്ക് ആഗ്രഹം. അതേപോലെ പക്ഷെ അതിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതല്ല പറഞ്ഞാൽ പുള്ളീൻ്റെ അതൊരു രസകരമായിട്ടാണ് പുള്ളിയുടെ പുള്ളിയുടെ സിനിമയും പുള്ളി സിനിമ എടുക്കുന്ന സ്റ്റൈലെല്ലാം ഒരു രസമില്ല, അതുപോലെ കാണുന്ന ആഗ്രഹമുണ്ട്. ബേസിലിനെ ഒക്കെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല, പിന്നെ സിനിമയിലെ ടിവി ഞങ്ങൾ കാണാം. അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. പുള്ളിയുടെ സിനിമകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഡയറക്ടേഴ്സ് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരെ പേര് പറയാനുണ്ട്. നമ്മളെല്ലാ സിനിമകളും കാണുന്നില്ല. അപ്പൊ എല്ലാരും ഉണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ട നടി ആരാ? പഴയ നടിയാ? ഇഷ്ടപ്പെട്ട നടി, അത് പഴയതാവോ പുതിയതാവോ? ശ്രീവിദ്യ. ശ്രീവിദ്യ. ഒരു ശ്രീവിദ്യയുടെ ഒരു കട്ടുണ്ടോ? അത് തന്നെയായിരിക്കും പറഞ്ഞത്. ശ്രീവിദ്യ എനിക്ക് ഇഷ്ടം. ഇഷ്ടമാണ് അല്ലേ? ശരിക്കും നല്ലൊരു ബൊഗച്ചായത്തുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു നായിക കൂടിയായിരുന്നു അല്ലേ ശ്രീവിദ്യ അമ്മ? അടിപൊളി, സുന്ദരി. അതായത് മുടിക്ക് മുടി അല്ലേ, ആ ഒരു തടി ഒക്കെ ഓക്കെ. നല്ലൊരു കണ്ണെല്ലായിട്ട് നല്ലൊരു നടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ ആളെ കാണാനും കഴിയണ്ട, അല്ലെങ്കിൽ നമുക്കൊന്ന് കാണാൻ കിട്ടിയായിരുന്നു. ഓക്കെ. ഇപ്പൊ എനിക്കൊന്ന് കുറെ പ്രമോഷൻസ്, ശരിക്കും നമുക്ക് അതിന്ന് കിട്ടുന്ന ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇൻകത്തിനുപരി ഇൻസ്റ്റാഗ്രാം ഇൻകം എന്ന് പറയുന്നത് പ്രൊമോഷൻസ്. ഇപ്പൊ പ്രൊമോഷനിലേക്ക് പോയപ്പോ നമ്മുടെ റീച്ച് കുറച്ച് കുറയുന്നതായിട്ട് ഏട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രൊമോഷൻസ് എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടൂല. ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അപ്പോൾ ബ്ലോഗേഴ്സ് അല്ല. ഇപ്പം വ്ളോഗ് ചെയ്യുന്ന വീഡിയോ അവർ പരസ്യം ചെയ്യുമ്പോൾ ആൾക്കാർ വേഗം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഞങ്ങൾ കണ്ടന്റ് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ള പരസ്യം ഇതാക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ പരസ്യം കൂടി ചെയ്താലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാക്സിമം നമ്മൾ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് പരസ്യം ചെയ്യാൻ ശ്രമിക്കലുണ്ട്. കാരണം ഞങ്ങൾക്ക് യൂട്യൂബ് വരുമാനത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇൻകം പരസ്യമാണ്. അതെ, അത് സത്യമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് പരസ്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് അത് മാത്രമല്ലേ വരാനുള്ളൂ. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണിത്. നമ്മള് പരസ്യം ചെയ്യുമ്പോൾ നമ്മുടെ റീച്ച് കുറച്ച്, പരസ്യം കാണുന്ന ആർക്കും ഇഷ്ടമല്ല, ഇപ്പം നിനക്കായാലും. അപ്പൊ പക്ഷെ നമ്മുടെ കണ്ടന്റിലൂടെ പരസ്യം കാണിക്കണം. അതെ 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 അതെ. പക്ഷെ പരസ്യം മാത്രം ചെയ്യുന്ന കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലേ സക്സസ് ആയിട്ട് ഓടുന്നത്? അതുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് അവരെ ഫോളോ ചെയ്തത് പരസ്യം കണ്ടുകൊണ്ടാണ്. പക്ഷെ ആദ്യം അങ്ങനെ മതിയായിരുന്നല്ലേ? അതാകുമ്പോ പൈസക്ക് കിട്ടും അല്ലേ, റീച്ചും ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോ അടുത്തൊരു സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ഇതൊന്ന് മാറി ഇങ്ങനെ ചിന്തിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഒന്നുകൂടി നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രൊഫഷണൽ ടെക്നിക്കലി ഒന്ന് നന്നാക്കണമെന്നുണ്ട്. അതാണ് അടുത്തൊരു ലക്ഷ്യം. അപ്പൊ അതിന് ഓരോ സ്റ്റെപ്പ് തുടങ്ങി അതിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് ആളുണ്ട്, ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി വേറൊരു ലെവലിലേക്ക് പോകുമ്പോ എല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെയൊക്കെ ശരിക്കും ചിന്തിക്കാറുണ്ടോ? ഈ ഷോർട്ട് ഫിലിം, വെബ് സീരീസ് ഇതൊക്കെ ചെയ്യുന്ന കാലത്തോളം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. അത് അതെ, അത് വേറെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവൂല. അങ്ങനെ വേണം പറയാ, കൃത്യമായിട്ട് പറഞ്ഞാൽ. മറിച്ച് നാളത്തെ അതിന്റെ മേലോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരെ ഏൽപ്പിക്കും.
ശരിക്കും ഒരു വീഡിയോയില് നമ്മൾ എടുക്കുന്ന ഒരു കോണ്ടന്റിന്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് എഡിറ്റിങ്ങിന് വലിയൊരു എഡിറ്റിങ്ങിലുള്ള ഇൻട്രസ്റ്റിങ്ങിലാണ് ഞാൻ ഇത് തുടങ്ങിയത് തന്നെ. അതാണ് ഇതിലേക്ക് അപ്പോൾ എത്തിച്ചത്. എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു മാക് ബുക്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ എടുത്ത് 2 ദിവസം മുമ്പ്. അല്ലേ? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ശരിക്കും ഇപ്പൊ വെയിറ്റിംഗ് ആയിരിക്കും ഒരു ബേബീന്, അല്ലേ? ഒരു ബേബി അല്ലേ? നമ്മളിങ്ങനെ ശരിക്കും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അത് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോ ശരിക്കും ബേബിയിലേക്ക് എത്തിയത്, അല്ലേ? ഒരു അമ്മയാവാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ റെഡിയാണ് ചേച്ചി, അല്ലേ? പുതിയതായിട്ടൊരു അച്ഛനും അമ്മയാവുമ്പോൾ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ജീവിതത്തിൽ വിചാരിക്കുന്നത്. വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ നമുക്ക് വരാൻ പോകുന്നത്? ജീവിതത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വരും, എനിക്കറിയില്ല അതിനെ കുറിച്ച് പറയാൻ. കുറച്ചുകൂടി പക്വത വന്നാലേ മനസ്സിലാവും. അങ്ങനെ അമ്മക്ക് തോന്നിയിട്ടുണ്ടോ? കുറച്ചുകൂടി പക്വതയൊക്കെ ഇനി വരണം അങ്ങനെ പറയാറുണ്ടോ? ബേബിക്കാ വരാനായി? ഇല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തോന്നുന്നുണ്ട് പക്ഷേ എന്താ പറഞ്ഞോ ഞാനൊന്നും പറയൂല. പക്വതയുണ്ട്, കുറച്ച് കുറവാ. പക്വതയൊക്കെ ഉണ്ട്, കുറച്ച് കുറവാ. ഇല്ല അതാണ് അത് പറഞ്ഞോ. പറഞ്ഞു നോക്കുന്നല്ലേ രസമുണ്ടല്ലേ? ഇത് ഒരു ഇങ്ങനെ തന്നെയാണോ ഒരു അമ്മായിയമ്മ എന്നുള്ള റോഡിലേക്ക് പോകുമ്പോ എങ്ങനെയാ അമ്മ? അടിപൊളിയാ. അടിപൊളിയാ അല്ലേ? മരുമോൾ അടിപൊളിയാ. കുറച്ച് ഇനി മരുമോൾ എങ്ങനെയുണ്ട് അമ്മ? കുറച്ച് അടിപൊളി അല്ല. അതാണ് അമ്മയുടെ ഒരു സ്റ്റൈല്. ഇവര് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് അമ്മായിയമ്മ മരുമകൾ പോരാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ അമ്മ ഇങ്ങനെ നിന്നോട്ടെ, ആ ക്യാരക്ടർ ഇതാവുമ്പോ നെഗറ്റീവ് ആവുമ്പോ കറക്റ്റ് ഒരു നെഗറ്റീവ് അമ്മായിമ്മന്റെ മുഖ അല്ലേ? ചിരി മാറ്റിയാന് ഒന്ന് കാണിച്ചു കൊടുത്താനെ പാവം വരട്ടെ, ഒന്ന് പായ പോട്ട്. ചിരി മാറ്റിയ കറക്റ്റ് ഒരു എന്താ പറയുക മുഷട്ട തളല്ലേ അതേ ഒരു മുഖമായിട്ട് തോന്നും എന്നാട്ടോ ഞാൻ പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചിരിക്കുന്ന ഒരു അമ്മ ഈ നെഗറ്റീവ് റോള് ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ആള് മാറുമല്ലോ. അപ്പൊ എങ്ങനെയാ ചിരിക്കാതെയൊക്കെ അപ്പൊ ചെയ്യുന്നേ? അതല്ലേ പറയാ ചിരിക്കൊന്ന് കുറേ പറയും, പക്ഷെ അമ്മ ചെയ്ത ഔട്ട് നന്നാവും. അതെ, ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ചെയ്യുന്നത് അതിനിടയ്ക്ക് ആള് ചിരിക്കും. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം എനിക്ക് മൂഡ് വരും. അന്നേരം ഞാൻ പറയും എനിക്ക് മൂഡ് വരണം, ഞാൻ ചെയ്തു തരാം, അതും കട്ട് ചെയ്താൽ പറയും. അപ്പൊ ഞാൻ പക്ഷെ അമ്മ സിനിമയിലൊക്കെ പോയി ഒറ്റ ടേക്കിന് ഓക്കെ. അതാ ഞാൻ ചോദിക്കാൻ പോകുന്നത്, സിനിമയിൽ എങ്ങനെ ആടെ ഒരു ടെൻഷനും ഇല്ല. ഇവിടെ വന്നാൽ ഫുൾ ചിരി, ആടെ ചിരിയേ ഇല്ല. ആടെ ഇങ്ങനെ നടക്കും, ഇങ്ങനെ നിൽക്കും അടുത്ത ഷോട്ട് വരെ വായൊക്കെ പോയിട്ട് ടെൻഷൻ. ഇങ്ങനെ വെച്ചാൽ ഈ ക്യാമറ ഇങ്ങനെ മേലോട്ട് പൊക്കി പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അത് നമ്മൾ ക്യാമറ കാണുന്നില്ലല്ലോ, അവിടെ ഇങ്ങനെ ക്യാമറ ഒക്കെ പൊന്തിച്ച് ഭയങ്കര വിഷമം, അത് സങ്കടം. ഈ ഇവരെ പ്രായമുള്ള മക്കളല്ലേ ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഇത് കഴിച്ചു കൊടുത്താൽ ഒരൊക്കെ മനസ്സിലായില്ലേ? ഫോൺ മാറ്റി ഒരു ക്യാമറ വാങ്ങിക്കണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഭയങ്കര കനയുള്ള ക്യാമറ കാണും. ഞാനിങ്ങനെ അതെല്ലാം സെറ്റപ്പ് ഫുള്ള് നോക്കും. അത്രയോ കഷ്ടപ്പാട് ഭയങ്കര ഇത്. അങ്ങനെ ഞാൻ വിചാരിക്കും ഇതങ്ങ് വേഗം കഴിച്ചു കൊടുത്താൽ ഓരോ പണി സിനിമയിൽ അമ്മ ഒരിക്കലും ആടെ പോയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. 2 സിനിമയിൽ പോയിട്ട് ഇവര് വേഗം എല്ലാം സെറ്റായി. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? 2-5 ദിവസം. 5 ദിവസം. എത്ര ടെൻഷൻ ഉണ്ടായിരുന്നു? അമ്മ ഇനി ചിരിക്കുവോ? ഇല്ല, രണ്ടാമത്തേന് പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ആദ്യത്തേന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവരെല്ലാം എന്താവും എന്നുള്ള. കാരണം ഇവരെല്ലാം ടീമാ പോകുന്നത്, ഇവരെന്താവും എന്നുള്ള എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ സംസാരിച്ചിരുന്നു, നിങ്ങൾ അവിടെ പോയി അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം. ക്ലാസ് ഒക്കെ എടുത്തു തന്നു. എന്താ ഏറ്റവും തന്നൊരു ഉപദേശം എന്താ? സിനിമയിൽ പോകുമ്പോ ഏട്ടൻ തന്ന വലിയൊരു ഉപദേശം ക്യാമറ നോക്കരുത്, ക്യാമറ നോക്കി ചെയ്യരുത്. അമ്മ ഇടയ്ക്ക് നോക്കുമായിരുന്നോ? അത് ഇവരെല്ലാരും നോക്കുമായിരുന്നു ആ സമയത്ത്. ഇപ്പോ ഒരു ഡയലോഗ് പറയാൻ നേരെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കും, ഞാൻ ചെയ്ത് ശരിയായിട്ടോ നോക്കണ്ടിട്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും റെഡി ആയിപ്പോയി. ഇവിടെ നമ്മൾ അഭിനയിച്ചത് ഈ മോണിറ്ററിൽ കാണിച്ചു തരുമല്ലോ നമുക്ക്. അങ്ങനെയൊക്കെ അമ്മ നോക്കിയിരുന്നു, അവര് കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഓക്കെ ആയോ? ഡയറക്ടർ ഈ സിനിമക്ക് പോയപ്പോ ഡയറക്ടർ സൂപ്പർ പറഞ്ഞ വിട്ട്. സൂപ്പർ. ജിത്തു മാധവന്റെ വൈഫാണ് ഡയറക്ടർ. അതിന്റെ ഡയറക്ടർ മറ്റേ ആവേശം അവർ ജിത്തു മാധവൻ അവരുടെ പേര്. ജിത്തു വൈഫ് പേര്. അവരാണ്. അപ്പൊ അവര് ഓക്കെ എന്ന് പറഞ്ഞു അല്ലേ? ഓ, അങ്ങനെ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന കെട്ടിപ്പിടിച്ച് അത് നല്ല സന്തോഷമായിട്ട് തന്ന് പറഞ്ഞയച്ചു. ശരിക്കും ഏട്ടൻ ഈ അഭിനയം തുടങ്ങുമ്പോ അമ്മ അഭിനയിക്കുന്ന സമയത്ത് ഇവിടെ ടെൻഷൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ ചേച്ചി? ചിന്നുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നോ? ചേച്ചി ചിന്നുവിന്റെ അടുത്ത് പറഞ്ഞോ? അതായത് ഇനിയിപ്പോ എന്താ ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ? ഏട്ടൻ പോയിരുന്നോ? ഞാനുണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമക്ക് ഞാൻ ഒരു ദിവസം പോയിട്ടുള്ളൂ, രണ്ടാമത്തേന് ഞാൻ ഉണ്ടായിരുന്നില്ല, ഏകദേശം ഫുൾ ഉണ്ടായിരുന്നു. ശരിക്കും ഏട്ടന് അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്, ആഗ്രഹം ഇല്ലാണ്ടൊന്നുമില്ല, ആഗ്രഹമൊക്കെ ഉണ്ട്.
അല്ലേ ഇനി വരൂ കേട്ടോ. ഇതിപ്പോ ഇത്രയും വന്നില്ലേ, ഇനിയില്ലേ ഏട്ടൻ അല്ലേ മോൻ അഭിനയിക്കണ്ടേ? ഓ മരുമോക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഓളെ അഭിനയിക്കാന്ന്, സിനിമയിലോളാ പോവാ. ഇവിടെ ചെയ്താലും നന്നായിട്ട് ചെയ്യലുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ ഇപ്പം വിളിക്കും എന്നുള്ള ചിന്തയല്ലേ ഞാൻ ഉണ്ടായത്. അപ്പോഴാണ് ആർക്ക് വന്നത്, അമ്മേനെ വിളിച്ചത്. അമ്മക്ക് വിളിച്ചത്. അപ്പൊ ആ അടിപൊളിയായിട്ടുള്ള ആളാ, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെയാ തെരഞ്ഞെടുത്തത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അല്ലേ, സിനിമാ നടി അല്ലേ? ഈ കുടുംബത്തിലൊക്കെ വിളിച്ചു പറഞ്ഞോ സിനിമ? ഓ എല്ലാവരും അറിയും, എല്ലാരും അറിയും. ശരിക്കും നിങ്ങൾക്ക് ഫാമിലിന്നുള്ളൊരു സപ്പോർട്ട് ഇപ്പത്തെ അല്ല കേട്ടോ. ഇപ്പൊ പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യും. അന്നത്തെ സപ്പോർട്ടൊക്കെ അത് സെയിം അവസ്ഥ തന്നെ, എല്ലാവരും അവസ്ഥ തന്നെ. നമ്മുടെ ഒരു ലെവലിലായ ഭയങ്കര സപ്പോർട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം, വടകര ഭാഗത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ വ്ളോഗേഴ്സ് ഒന്നുമില്ല ഒരുപാട്. അല്ല, അനീഷ് കുട്ടി എന്ന് പറഞ്ഞൊരു ട്രാവൽ വ്ളോഗർ ഉണ്ട്, പിന്നെ സുമേഷ് ഭാസ്കർ ഇല്ല. അപ്പോൾ വീട്ടിൽ ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ സക്സസ് ആയ ആരും ഇല്ല. അപ്പോൾ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അവർ എല്ലാവർക്കും ടെൻഷൻ എല്ലാവരും ടെൻഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഫാമിലിന്ന് വന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് നെഗറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലി വൈകിട്ട് എന്തിനു ഇത് ചെയ്യേണ്ട ആവശ്യം? അത് വരും, സ്വാഭാവികം. സ്വാഭാവികം. അവരെ ഭാഗത്ത് ചിന്തിക്കുമ്പോ ഈ സക്സസ് ആയ ഒരാളെ കണ്ടാറല്ലേ നമ്മള് ഒരയിലേ പോകും. കാണിച്ചു കൊടുക്കാനും ആരുമില്ല, കാണിച്ചു കൊടുക്കാൻ ആരുമില്ല. അല്ല, നമുക്ക് അത്രയ്ക്ക് ഡൈജസ്റ്റ് ആവില്ല ഒരു പക്ഷെ. എപ്പോഴും നമുക്ക് ജോലി വീഴ്ച ചെയ്യാന്ന് പറയുമ്പോൾ, കാരണം ഇതിനൊന്നും ഒരു സ്ഥിരത ഇല്ലല്ലോ. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ, ഇപ്പം വടകര ഒരു 5-10 ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ഓക്കെ. ഇപ്പൊ വടകര ഒരാൾ പോയാൽ എല്ലാവരും വീട്ടിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, കാണിച്ചു കൊടുക്കാനോ അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാം. അന്ന് പക്ഷെ നമ്മളെ അടുത്ത് അതില്ല. എന്റെ കൂടെ വീഡിയോ ചെയ്ത ആൾക്കാർ വരെ ഇപ്പം ബ്ലോഗറായിട്ട് ഇവിടെ വടകര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ തുടങ്ങിയ ആൾക്കാർ തന്നെ സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ചിന്നുവിന്റെ വീട്ടിൽ എന്ത് പറഞ്ഞു, ഏട്ടൻ ജോലിക്കൊന്നും പോവാതെ ഇനി ഇതാണ് ജോലിക്ക് ആ ടൈമിൽ വെയിറ്റിംഗ് ആയതുകൊണ്ട് ഇവര് വെയിറ്റ് ചെയ്യാന്നല്ലേ നമ്മള് പറയുന്നത്. അല്ല, ആ ടൈമിൽ ഏട്ടൻ വെയിറ്റിംഗ് ഞാൻ റിയലി വെയിറ്റിംഗ് തന്നെയായിരുന്നു. റിയലി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ജിടെക്കില് അക്കാദമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ ആ ടൈമിലാണ് ഇങ്ങനെ ഞാൻ വർക്കും കഴിഞ്ഞ് വീട്ടിലെത്തും, വീഡിയോ ചെയ്യും. അപ്പൊ പിന്നെ ഇവർക്ക് കുഴപ്പമില്ല, ഫ്രീ ആയിരുന്ന ടൈമിലാണല്ലോ ചെയ്യുന്നത്. അതൊരു വലിയ കാര്യമായിട്ടോ ശരിക്കും. മറ്റേത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. എന്ത് പറയും, ഇത് വിസക്ക് വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയും ടൈം. ഈ അമ്മ എന്നെ ആദ്യം പൈപ്പിക്കും അല്ലേ, പണി കിട്ടാതെ അന്ന് ചെയ്യാറുന്നെങ്കിൽ പോയിക്കോളാം അപ്പൊ പറയും. പിന്നെ ആ ടൈമിൽ തന്നെ കിട്ടും എന്നുള്ള അതുകൊണ്ടാണ് നിന്നത്. അങ്ങനെ സക്സസ് സംഭവം കള്ളം പറഞ്ഞല്ല, ആക്ച്വലി റിയലി തന്നെയായിരുന്നു. പാസ്പോർട്ട് വാങ്ങിയത് ഞാൻ മുംബൈയിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങള്. പിന്നെ സ്റ്റാർട്ടായല്ലോ ഇത്. ഞങ്ങൾക്ക് ആദ്യത്തെ പ്രൊമോഷൻ ഏറിയാവുന്നത് നെക്സ്റ്റ് വരുന്നു. മറ്റേ എന്തോ ഒരു ഇതില്ലേ, അതാണ് ഞാൻ ആദ്യത്തെ പ്രൊമോഷൻ ചെയ്തത്. പിന്നെ ഞങ്ങള് നെക്സ്റ്റോ സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് പരസ്യം കിട്ടി. പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരുപാട് പരസ്യങ്ങൾ കിട്ടി. ഞങ്ങൾ ചെയ്തൊരു പരസ്യം ഹിറ്റായപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് ഞങ്ങൾ ശരിക്കും ഇപ്പൊ തന്നെ 400 മേലെ പരസ്യങ്ങൾ ചെയ്തു. 400 അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് കൗണ്ട് പറയുന്നുള്ളൂ. അത്രയും പരസ്യങ്ങളാണ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 4 വർഷത്തിന്റെ അടുത്ത്. ഡെയിലി പരസ്യങ്ങൾ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ കുറച്ചതാണ് പരസ്യങ്ങൾ മാത്രമേ നമ്മുടെ ആളുകൾ പിന്നെ നമുക്ക് ആൾക്കാരെ. അപ്പൊ അമ്മ ഇപ്പത്തെ ഇതിൽ വളരെ ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാ. ഇപ്പോൾ ഏട്ടൻ, ചേച്ചി, അമ്മ, ഇനി വരുന്ന ബേബി, പിന്നെ ബാക്കി കുറേ നിങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും കൊണ്ട് ഒരുപാട് നല്ല ദൂരം പോവാ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു സിനിമ എടുക്കാൻ പറ്റട്ടെ, നമുക്ക് വലിയൊരു നടിയാവാൻ പറ്റട്ടെ, ചിന്നുന് നല്ലൊരു അമ്മയാവാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.